സ്വരാജിന്റെ പ്രചരണ പരിപാടികൾ എങ്ങനെ പുരോഗമിക്കുന്നു? അദ്ദേഹം പി വി അൻവറിനെ ആക്രമിക്കുന്നില്ല, അൻവർ തെരഞ്ഞെടുപ്പ് സമയത്ത് ചിലതൊക്കെ പറയുന്നതിനെ കാര്യമായി എടുക്കുന്നില്ല, വ്യക്തിപരമായ വിരോധം പരസ്പരമില്ല. അപ്പോൾ UDF ക്യാമ്പിന്റെ കാര്യത്തിലും അദ്ദേഹം എടുക്കുന്നത് ഒരു പ്രത്യേക ലൈനാണ്. അവരുടെ ശൈഥില്യങ്ങളെക്കുറിച്ച് കൂടുതൽ വാക്കുകൾ പറയാൻ തയ്യാറാവുന്നില്ല. എന്ന് വെച്ചാൽ എതിർ സ്ഥാനാർത്ഥികളായി വരുന്ന 2 പേർ, അവരുടെ പിന്തുണക്കാർ, അവരെ ആരെയും അസ്വസ്ഥപ്പെടുത്താൻ, ഡിസ്റ്റേബ് ചെയ്യാൻ ആഗ്രഹിക്കാത്ത വിധത്തിലുള്ള ഒരു സ്ട്രാറ്റജിയാണ് സ്വരാജ് അവലംബിക്കുന്നതെന്ന് തോന്നുന്നു. അതെ നിഷാദ്, സ്വരാജിൻ്റെ ഒരു രീതി അത് തന്നെയാണ്. സ്വരാജിൻ്റെ ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലുള്ള സ്വരാജിൻ്റെ എഴുത്തായാലും സ്വരാജിൻ്റെ പ്രസംഗമായാലും എല്ലാം വ്യക്തിപരമായി ആരെങ്കിലും അങ്ങനെ ആക്രമിക്കുന്ന ഒരു സ്വഭാവം സ്വരാജിൽ നിന്ന് നമ്മൾ കണ്ടിട്ടില്ല. ആരെങ്കിലും എന്തെങ്കിലും വിമർശനം ഉന്നയിച്ചാൽ ഇപ്പോൾ ചാനൽ ചർച്ചയിലാണെങ്കിൽ പോലും പേര് പറയാതെ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞ് പോകുന്ന ഒരു പ്രകൃതമാണ് സ്വരാജിൻ്റെ. അത് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണം നമുക്ക് അങ്ങനെ തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത് സ്വരാജിനെ കുറിച്ച് വ്യക്തിപരമായ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, പിണറായി വിജയൻ്റെ ആളാണ് എന്ന തരത്തിൽ പറയുന്നുണ്ട്, അതേക്കുറിച്ച് എന്താണ് പ്രതികരണം എന്ന് ചോദിച്ചപ്പോഴാണ് സ്വരാജ് ഈ പ്രതികരണം നടത്തിയത്. അങ്ങനെ വ്യക്തിപരമായ ഒരു അറ്റാക്കിലേക്ക് പോകേണ്ടതില്ല എന്ന തീരുമാനം ഇടതുമുന്നണി ക്യാമ്പ് ആകെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അൻവറിനെ കുറിച്ച് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നേതാക്കന്മാർ അൻവറിനെ കുറിച്ച് കൈവിട്ടൊന്നും പറയുന്നില്ല. അവർ പറയുന്നത് അൻവർ ചതി കാണിച്ചു എന്ന രീതിയിൽ ഒരു സംസാരത്തിന് അപ്പുറത്തേക്ക് പോയി മറ്റെന്തെങ്കിലും വ്യക്തിപരമായ അറ്റാക്കിലേക്കൊന്നും പോകാൻ വേണ്ടി ഇടതുമുന്നണി ആലോചിച്ചിട്ടില്ല. ഇടതുമുന്നണിയുടെ എല്ലാ നേതാക്കന്മാരും രാഷ്ട്രീയം പറയുക, അതിനൊപ്പം തന്നെ സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പറയുക, അൻവറിനെ അവഗണിക്കുക, അൻവർ സർക്കാരിനെതിരെ ആദ്യഘട്ടത്തിൽ ഉന്നയിച്ച വിഷയങ്ങളെ അവഗണിക്കുക. പിന്നീട് UDFുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ആ ചർച്ച സജീവമാകുന്നുണ്ടെങ്കിൽ അപ്പോൾ മറുപടി പറഞ്ഞു പോകാം എന്നുള്ളതാണ് എടുത്തിരിക്കുന്ന തീരുമാനം. മുഖ്യമന്ത്രി ഇന്നലെ വന്നിട്ടും അൻവറിൻ്റെ പേരെടുത്ത് പറഞ്ഞില്ല. വഞ്ചനയുടെ ഭാഗമായിട്ടാണ് തെരഞ്ഞെടുപ്പ് ഉണ്ടായത് എന്ന് മുഖ്യമന്ത്രി പറയുന്നു. വാര്യംകുന്നവുമായി ബന്ധപ്പെട്ട ആ ചതിയുടെ കഥ പറഞ്ഞുപോയി എന്നതിനപ്പുറം അൻവറിൻ്റെ പേരെടുത്ത് മുഖ്യമന്ത്രി വിമർശിക്കുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. അതിനൊപ്പം തന്നെ ഇപ്പോഴുള്ള പ്രതിപക്ഷത്തെ വിമർശിക്കുന്നത് കാണാൻ കഴിഞ്ഞില്ല. 2011 മുതൽ 2016 വരെ ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അങ്ങനെ ഒരു വലിയ അറ്റാക്കിലേക്ക് പോകാതെയാണ് മുഖ്യമന്ത്രി സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് ഇറങ്ങിയത്. ഇടതുമുന്നണിയുടെ ക്യാമ്പാകെ അങ്ങനെയാണ് ഉള്ളത്. ഇടതുമുന്നണി പ്രത്യേകിച്ച് CPMൻ്റെ അണികൾക്കിടയിൽ വലിയ ആവേശം സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ടുണ്ടായിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പ് രംഗത്ത് എങ്ങനെ ഗുണമാക്കാം എന്നുള്ള ആലോചനയാണ് പാർട്ടി നേതൃതലത്തിൽ നടക്കുന്നത്. ഇന്ന് പഞ്ചായത്ത് കൺവെൻഷനുകൾ നടക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട സംസ്ഥാന നേതാക്കളെല്ലാം എത്തുന്നുണ്ട്. MP ഗോവിന്ദൻ പിന്നീടാണ് എത്തുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും നിലമ്പൂരിലേക്ക് വരുന്നുണ്ട്. 13, 14, 15 തീയതികളിൽ 7 പഞ്ചായത്തുകളിൽ പ്രചരണം നടത്താൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി എത്തുന്നത്. അത് തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടമാണ്. തെരഞ്ഞെടുപ്പ് അത് മൂർധന്യാവസ്ഥയിലേക്ക് എത്തുന്ന, പ്രചരണം അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തുന്ന സമയത്താണ് മുഖ്യമന്ത്രി വീണ്ടും എത്തുന്നത്. ഒരുപാട് രാഷ്ട്രീയ മുഖ്യമന്ത്രിക്ക് ആ സമയത്ത് പറയാൻ എന്തായാലും ഉണ്ടാകും. ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത് സ്വരാജിൻ്റെ രാവിലെ 8 മണിക്ക് അദ്ദേഹത്തിൻ്റെ വാഹന പര്യടനം ആരംഭിച്ചിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായ MP ജയരാജനാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം വാഹന പര്യടനം ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന ജവഹർ കോളനിന് തൊട്ടടുത്തായിട്ടാണ് താലൂക്ക് ഓഫീസുള്ളത്. അവിടെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടത്. അല്പസമയത്തിനകം തന്നെ സ്വരാജ് ഇവിടെ എത്തിച്ചേരും, പാർട്ടി പ്രവർത്തകരും എത്തിച്ചേരും. ഇവിടെ നിന്ന് ഏതാണ്ട് 300 മീറ്റർ അപ്പുറത്തുള്ള താലൂക്ക് ഓഫീസിലേക്ക് നടന്നുപോയി പ്രകടനമായി പോയി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ന് മുഴുവൻ സ്വരാജ് വാഹന പര്യടനത്തിലായിരിക്കും ഉണ്ടാവുക. തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രചരണ പരിപാടികളും നേതാക്കന്മാരുടെ ചാർട്ടുമെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി, LDFൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തീരുമാനിച്ച് വരും ദിവസങ്ങളിൽ അത് ചിട്ടയോടുകൂടി കൊണ്ടുപോകാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ബൂത്ത് തലത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 5001 പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് ഇതിനു വേണ്ടി, തെരഞ്ഞെടുപ്പിന് വേണ്ടി ഇടതുമുന്നണി രൂപീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു ത്രികോണ പോരാട്ടത്തിൻ്റെ സ്വഭാവത്തിലേക്ക് നിലമ്പൂർ എത്തുമ്പോൾ ഇടതുമുന്നണി അതിൻ്റെ സകല സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നിഷാദ്.